ഭീകരവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇന്ത്യയിൽ വലിയ തോതിൽ ആക്രമണം നടക്കാൻ കഴിയുന്നെങ്കിലും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ രാജ്യത്ത് നടത്താൻ നേതൃത്വത്തിന്റെ സമ്മർദ്ദമുണ്ടെന്നും UN റിപ്പോർട്ട്. IS, അൽ-ഖ്വയ്ദ, അവയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവയെക്കുറിച്ചുള്ള അനലിസ്റ്റിക്കൽ സപ്പോർട്ട് ആൻഡ് സാങ്ഷൻ മോണിറ്ററി ടീമിന്റെ 35ാം റിപ്പോർട്ടാണ് വിലയിരുത്തൽ നടത്തിയത്. ഇവരുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും എന്നാൽ കേന്ദ്രീകൃതമല്ലാത്ത സംഘടനാ സംവിധാനങ്ങളിലൂടെയാണെന്നും റിപ്പോർട്ട് പറയുന്നു. IS അനുകൂല അൽ ജൗഹർ മീഡിയ പ്രസിദ്ധീകരണമായ ഉൽ ഹാഗ് വഴിയാണ് ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ തുടങ്ങുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. 2 ഡസനിലധികം തീവ്രവാദ ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും ഉയർന്നു വരുന്ന സുരക്ഷാ ഭീഷണി മേഖലയിലും പുറത്തും അസ്ഥിരത സൃഷ്ടിക്കുന്നതായി UN അംഗം രാജ്യങ്ങൾ വിലയിരുത്തുന്നു. അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കും മധ്യേഷ്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും ഗുരുതര വെല്ലുവിളി ഉയർത്തുന്നു. IS അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചുള്ള UN സെക്രട്ടറി ജനറലിന്റെ 20ാം റിപ്പോർട്ടിൽ ഇവരുടെ ഭീഷണിയുടെ തീവ്രത ആശങ്കാജനകമാണെന്ന് പറയുന്നു. അതേസമയമാണ് കഴിഞ്ഞ ദിവസം രാവിലെ 11:30 ഗുൽപൂർ സെക്ടറിൽ വനപ്രദേശത്തു നിന്നും ഇന്ത്യൻ ആർമി പോസ്റ്ററിന് നേരെ വെടിവെപ്പ് നടത്താൻ സൈന്യം അറിയിച്ചത്. സൈനികർ തിരിച്ചടിച്ചതായും അതേസമയം നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. വെടിവെപ്പിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യമാണോ അതോ കാടുകളിൽ ഒളിച്ചിരിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർ ശ്രമിക്കുന്ന തീവ്രവാദികളാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച അതിർത്തിയിൽ നടന്ന IED സ്ഫോടനത്തിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ 2 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 2021 ഫെബ്രുവരി 25-ന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ പുറത്തിറക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ അതിർത്തികളിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ.